ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. കഴിഞ്ഞ നമ്മൾ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളെപ്പറ്റി പറഞ്ഞു. ഫാസ്റ്റിംഗ് ഷുഗർ, അതായത് ഉപവാസ ശേഷമുള്ള ഷുഗർ, 2 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ, ഹീമോഗ്ലോബിൻ A1C എന്നിവയെക്കുറിച്ച്. ഇന്നത്തെ വിഷയം, ഒരു പ്രമേഹമുള്ള ആൾക്ക് അല്ലെങ്കിൽ പ്രമേഹം കണ്ടുപിടിക്കാൻ ഫാസ്റ്റിംഗ് ഷുഗറാണോ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗറാണോ വേണ്ടത്, അതോ ഇത് രണ്ടും വേണമോ? ആദ്യമായിട്ട് ഈ ഫാസ്റ്റിംഗ് ഷുഗർ, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, പരിമിതികൾ എന്താണെന്ന് നോക്കാം. ഗുണങ്ങൾ, ഇത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. 8 മണിക്കൂർ ഉപവാസത്തിന് ശേഷം ഷുഗർ പരിശോധിക്കുക. അപ്പോൾ ഏത് ദിവസം ചെയ്താലും ഇതിൻ്റെ റിസൾട്ട് താരതമ്യേന കൃത്യമായിരിക്കും. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ടെസ്റ്റുമാണ്. എന്താണ് പരിമിതി? ഒരു നല്ല ശതമാനം ആൾക്കാർ, അതായത് 20 മുതൽ 40% വരെ ആൾക്കാർക്ക് ഫാസ്റ്റിംഗ് ഷുഗറിൽ ഡയബറ്റീസ് മിസ് ചെയ്യാം, അതായത് ഡയബറ്റീസ് കണ്ടുപിടിക്കാതെ പോകാം. അതായത് 2 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 2 hour PP ഷുഗർ പലപ്പോഴും ഉയർന്നിരിക്കുമ്പോഴും ഫാസ്റ്റിംഗ് ഷുഗർ ചിലവർക്ക് നോർമലായിരിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ, ഇത് 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, പ്രമേഹം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്ത് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ എന്നാണ് പറയുക. അപ്പോൾ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കൃത്യമായിരിക്കും. എന്നാൽ പലപ്പോഴും അത് പ്രാക്ടിക്കലല്ല. ഇന്ന് കഴിക്കുന്ന ആഹാരമായിരിക്കണമെന്നില്ല അടുത്ത ദിവസം കഴിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട്സിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഇതാണ് ഇതിൻ്റെ ഒരു പരിമിതി. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പല ആൾക്കാർക്കും ഫാസ്റ്റിംഗ് ഷുഗർ നോർമലായിരിക്കാം, പക്ഷേ 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക്, പ്രത്യേകിച്ച് വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഇതിങ്ങനെ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് 2 hour PP ഷുഗറാണ് നല്ലത്. ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ A1Cയും ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ A1C വളരെ കൂടുതലുള്ളവർക്ക്, ഉദാഹരണമായിട്ട് 8 or 9 ഉള്ളവർക്ക്, അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഫാസ്റ്റിംഗ് ഷുഗറിൽ നിന്നാണ്. എന്നാൽ വളരെയധികം കൺട്രോൾഡായിട്ട് ഒരു 7, 7.1, 7.2 ഇങ്ങനെയുള്ള നിലയിലുള്ളവർക്ക് ഇത് കൂടുതലും പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അറിഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഫാസ്റ്റിംഗ് ഷുഗറിനേക്കാളും ഹൃദ്രോഗം, സ്ട്രോക്ക് എന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതൽ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ഉയർന്നിരിക്കുന്നവർക്കാണ്. ഇനി അടുത്ത ചോദ്യം, നമ്മളൊരു പ്രമേഹ രോഗി, മരുന്ന് കഴിക്കുന്ന ഒരാൾ ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും വരുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗർ ചെയ്യണോ പോസ്റ്റ് പ്രാൻഡിയൽ ചെയ്യണോ, രണ്ടും കൂടി ചെയ്യണോ? ഞാൻ സാധാരണ പറയുന്ന വാക്കിതാണ്, ഫിക്സ് ദ ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ കൂടുതലായിരിക്കും. അതായത് ഭക്ഷണം കഴിക്കാതെ രാവിലത്തെ ഷുഗർ കൂടുതലാണെങ്കിൽ എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ കൂടുതലായിരിക്കും. ആയതിനാൽ ഫാസ്റ്റിംഗ് ഷുഗർ കൺട്രോൾ ആകാത്ത ഒരാൾക്ക് പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് മണി ആൻഡ് എനർജിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ എന്ന് പറയുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ഭക്ഷണമായിരിക്കാം. ഇന്ന് ഇഡ്ഡലി ആയിരിക്കും, നാളെ ദോശയായിരിക്കും. പ്രത്യേകിച്ചും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഹോസ്പിറ്റലിന് സമീപം വന്ന് അവിടെ കിട്ടുന്നൊരു ഭക്ഷണമായിരിക്കും കഴിക്കുക. അപ്പോൾ സാധാരണ അവർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തമായ ഭക്ഷണക്രമമായിരിക്കാം. ആയതിനാൽ അത് പലപ്പോഴും കൃത്യമായ റിസൾട്ട് ആവണമെന്നില്ല. മൂന്നാമത്തെ പ്രശ്നം, പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും രാവിലത്തെ മരുന്ന് കഴിക്കാതെ ആയിരിക്കും വരിക. അപ്പം റിസൾട്ട് കൂടുതലാകുകയും അനാവശ്യമായിട്ട് മരുന്നുകൾ കൂട്ടേണ്ട ആവശ്യം വരികയും ചെയ്യും. ആയതിനാൽ ഒരു ഡയബറ്റീസ് രോഗി പരിശോധനയ്ക്കായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ ഫാസ്റ്റിംഗ് ഷുഗർ ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ചെയ്യുക. അതിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഫിക്സ് ദ ഫാസ്റ്റിംഗ് നോർമലായതിനു ശേഷം പോസ്റ്റ് പ്രാൻഡിയൽ ചെയ്യുക. ഇനി എപ്പോഴാണ് പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ കൃത്യമായിട്ടും ചെയ്യേണ്ടത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഫാസ്റ്റിംഗ് ഷുഗർ നോർമലായി കഴിഞ്ഞാൽ പോസ്റ്റ് പ്രാൻഡിയൽ കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അത് ചെയ്യാം. 2, ചില പ്രത്യേക മരുന്നുകൾ കഴിക്കും. അതായത്
ഭക്ഷണശേഷമുള്ള ഷുഗർ ഉയർന്നിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില മരുന്നുകളുണ്ട്. ഉദാഹരണമായിട്ട് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് അവരുടെ ഷുഗർ കൺട്രോൾഡ് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് പോസ്റ്റ് പ്രാൻഡിൽ ഷുഗർ നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നത്? ഫാസ്റ്റിംഗ് ഷുഗർ ചെയ്യുക, ഇടയ്ക്ക് പോസ്റ്റ് പ്രാൻഡിൽ ഷുഗർ ചെയ്യുക, രണ്ടും കൂടി ഒരേ ദിവസം ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഈ വിവരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ഫോർ ഫർദർ വീഡിയോസ്. താങ്ക് യു.